ബീഹാറിലെ സമവാക്യങ്ങളാകെ മാറുന്നു എന്നുള്ളതാണ്. ഇതൊരു അസാധാരണമായ വിജയമാണ് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. 3 കാര്യങ്ങളിൽ അസാധാരണത്വമുണ്ട്. അതിലൊന്ന്, ബീഹാറിൻ്റെ രാഷ്ട്രീയം നമ്മൾ ഇതുവരെ പരിചയിച്ചിരുന്ന ഒരു വഴിവിട്ട് ഒരു പുതിയ വഴിവിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യം കിട്ടി 1967 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലെഗസിയിലായിരുന്നു ബീഹാർ എന്ന സംസ്ഥാനം. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 190 സീറ്റുകൾ വരെ 196 സീറ്റുകൾ വരെ നേടിയ ചരിത്രമുണ്ട്. അവിടെ നിന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 196 നിന്ന് 6 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ പതനമാണ് ബീഹാറിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ. അപ്പോൾ ഇതൊരു അസാധാരണമായ വീഴ്ചയാണ്. 1990 ഓരോ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ എടുത്തു നോക്കും. ഓരോ വഴിത്തിരിവ് ബീഹാറിലുണ്ട്. ആദ്യം കോൺഗ്രസിൽ നിന്ന് പിന്നീട് സോഷ്യലിസ്റ്റ് ചേരിയിലേക്കാണ് പോകുന്നത്. കോൺഗ്രസിൽ നിന്ന് ബീഹാർ വലിയ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ വേദിയായി മാറുന്നു. അവിടെ ജയപ്രകാശ് നാരായൺ ടോട്ടൽ റെവല്യൂഷനുമായിട്ട് വരുന്നു. അവിടെ റാം മനോഹർ ലോഹിയുടെ സോഷ്യലിസം അവിടെ പുതിയ തലമുറയെ ആകർഷിക്കുന്നു. റാം മനോഹർ ലോഹിയുടെയും ജയപ്രകാശ് നാരായണൻ്റെയും പാതയിലൂടെ നടന്ന മനുഷ്യരാണ്, ഈ കർപ്പൂരി ഠാക്കൂറിൻ്റെ കൈപിടിച്ച് നടന്ന മനുഷ്യരാണ് ഇപ്പോൾ അധികാരത്തിൽ വരുന്ന നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും സുശീൽ കുമാർ മോഡിയുമെല്ലാം നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയം 2 ഘട്ടങ്ങളിൽ മാറിയത്? അവിടെ നിന്ന് ബീഹാർ 3ാമത്തെ തവണ ആദ്യം കോൺഗ്രസിൻ്റേത് പിന്നീട് സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് ബീഹാറിന് വീണ്ടും ഒരു ഫേസ് സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നത് നിതീഷ് കുമാറിൻ്റെ സമയത്താണ്. അവിടെയാണ് ഗുഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് സോഷ്യലിസ്റ്റ് അടിത്തറയുള്ള എന്നാൽ NDA ക്യാമ്പിൽ നിന്നുകൊണ്ട് വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു ക്യാമ്പാണ് 2005 ഓപ്പൺ ചെയ്തത്. അപ്പോൾ 1967 വരെ ഒരു ഘട്ടം, 67 മുതൽ സോഷ്യലിസത്തിൻ്റെതായ ഒരു പരീക്ഷണങ്ങളുടേതായിട്ടുള്ളൊരു കാലഘട്ടം, നേരത്തെ പറഞ്ഞ 1977 മുതലുള്ളൊരു കാലഘട്ടം, അവിടെ നിന്ന് ലാലു പ്രസാദ് യാദവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും നേതൃത്വത്തിലുള്ളൊരു പുതിയ കാലഘട്ടം. നിതീഷ് കുമാർ 2005 വരുന്നതോടുകൂടി ഒരു പുതിയ കൃത്യമായി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യം, ഒരു ഭാഗത്ത് ഒരു സുശാസന ബാബു എന്നുള്ള പ്രതിച്ഛായ, മറുഭാഗത്ത് NDAയുമായിട്ടുള്ള കൂട്ടുകെട്ട്. ഇപ്പോൾ ഇത് വളരെ വ്യക്തമായ ഒന്നായിട്ട് മാറുന്നു. എന്താണ്? 2025 ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിലെ ഒരു ദിശാമാറ്റത്തിന് വഴി നടക്കുകയാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരാ? ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടില്ല. കഴിഞ്ഞ തവണ പോലും RJD ആയിരുന്നു ഒറ്റക്കക്ഷി, 75, BJP 74. ഇപ്പോൾ 90 സീറ്റുകളിലാണ്. ലീഡ് ചെയ്യുന്ന സീറ്റുകൾ കൂടി കണക്കിലെടുത്താൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് 90 സീറ്റുകളിൽ BJP 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നു. അതായത് ബീഹാർ എന്ന ഹൃദയഭൂമി ഇനി നിതീഷ് കുമാർ കഴിഞ്ഞാൽ പിന്നെ BJPയുടെ തേരോട്ടമാണ്. അവിടെ BJP വളരെ കൃത്യമായ സംഘടനാ സംവിധാനത്തെ വളർത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിതീഷ് കുമാറാണ് മാൻ ഓഫ് ദി മാച്ച് എന്ന് പറഞ്ഞാലും മാൻ ഓഫ് ദി സീരീസ് ആകുന്നത് ജ്ഞാനേഷ് കുമാർ കഴിഞ്ഞാൽ, ഐ റിപ്പീറ്റ്, ജ്ഞാനേഷ് കുമാർ കഴിഞ്ഞാൽ അതൊരു പക്ഷേ നരേന്ദ്രമോദി ആയിരിക്കും എന്നുള്ളതാണ്. മോദി ഫാക്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, BJP ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതൊരു അസാധാരണമായ വഴിവിട്ടലിൻ്റെ തുടക്കമാണ്. ബീഹാറിൻ്റെ രാഷ്ട്രീയം മാറുന്നു. കോൺഗ്രസിൽ നിന്ന്, സോഷ്യലിസത്തിൽ നിന്ന്, ഈ ഒരു സുശാസന ഭരണത്തിൽ നിന്ന്, ഗുഡ് ഗവേണൻസ് രാഷ്ട്രീയത്തിൽ നിന്ന് BJP രാഷ്ട്രീയത്തിലേക്ക് സാവധാനം ബീഹാറും മാറുന്നു എന്നതിൻ്റെ സൂചന. ഇതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താ? 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ BJP ഒറ്റക്കക്ഷിയായ BJP ഉള്ള നിതീഷ് കുമാർ ഭരിക്കുന്ന, അന്ന് നിതീഷ് കുമാർ ഒരുപക്ഷെ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞേക്കാനുള്ള സാധ്യതയുണ്ട് ശാരീരിക അവസ്ഥയെ തുടർന്ന്. അങ്ങനെ വന്നാൽ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന BJPയുടെ ഒരു നേതാവായിരിക്കും മുഖ്യമന്ത്രിയാവുക. ആ സംസ്ഥാനമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇതാണ് അതിലെ അസാധാരണമായിട്ടുള്ളൊരു രാഷ്ട്രീയ മാറ്റമായി എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഈ പുതുതായിട്ട് വന്ന 72 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. ഓരോ മണ്ഡലത്തിലെയും 29,000 വോട്ടർമാർ. അവരെ ഒരാളെ പോലും RJDയിലേക്കോ കോൺഗ്രസിലേക്കോ കൊണ്ടുവരാൻ സാധിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ സമവാക്യങ്ങളും പൊളിച്ചെഴുതപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് മുസ്ലിം യാദവ MY കോമ്പിനേഷനാണ് RJDയെ പിന്തുണയ്ക്കുന്നത്, അവിടെ മഹാഗഠബന്ധനെ പിന്തുണയ്ക്കുന്നത്. മുസ്ലിം പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിർണായകമാണ്. മുസ്ലിം പോപ്പുലേഷൻ ഏകദേശം 17%, യാദവ പോപ്പുലേഷൻ 14%, 31%. ഇതിലാണ് RJDയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റാണ് ഈ മുസ്ലിം യാദവ കോമ്പിനേഷൻ എന്നുള്ളത്. ഇപ്പോൾ നോക്കൂ, ആ മുസ്ലിം യാദവ എന്നുള്ള സമവാക്യം മാറുന്നു. MY മാറി ഒരു പുതിയ സമവാക്യം ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് ME. എന്താണ് M? മുസ്ലിം അല്ല, മഹിളയാണ്. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന പ്രകാരം 1.25 കോടി സ്ത്രീകൾക്ക് 10,000 രൂപ വീതമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു പുതിയ സമവാക്യത്തിൻ്റെ തുടക്കമായി മാറുന്നു. ME എന്ന് പറയുന്നത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, ബാക്കിയുള്ള എല്ലാ ജാതി സമവാക്യങ്ങളിലേക്കും കടന്നു കയറുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുസ്ലിങ്ങൾക്ക് പ്രാധാന്യമുള്ള 39 മണ്ഡലങ്ങളിൽ 27 മണ്ഡലങ്ങളിലും NDA വിജയിക്കുന്നു.
ഒന്നാലോചിച്ച് നോക്കും, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 39 മണ്ഡലങ്ങളിൽ 27 ഇടങ്ങളിലും BJPയുടെ പിന്തുണയോടുകൂടി JDU അതല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കൂ. സീമാഞ്ചൽ മേഖലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തി 14 സീറ്റുകളാണ് ഇന്ത്യയിൽ സ്വന്തമാക്കുന്നത്. അതൊരു ചെറിയ കഥയല്ലല്ലോ. അപ്പോൾ കത്തിഹാർ, അതെ, അവിടെ കത്തിഹാർ എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട്. കത്തിഹാർ BJP വിജയിച്ചത് 44% മുസ്ലിം പോപ്പുലേഷൻ. പൂർണിയ 33,000 വോട്ടിനാണ് BJP സ്ഥാനാർത്ഥി വിജയിച്ചത്. 38% മുസ്ലിം പോപ്പുലേഷൻ. അതാണ്, അതായത് 30% മുകളിൽ ഭൂരിപക്ഷമുള്ള 39 മണ്ഡലങ്ങളിലും അവിടെ BJPയുടെ പിന്തുണയോടുകൂടി ഒരു NDA സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുന്ന ഒരു അത്ഭുതകരമായ അസാധാരണമായ സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, മാൻ ഓഫ് ദ മാച്ച് നിതീഷ് കുമാർ ആണ്, മാൻ ഓഫ് ദി സീരീസ് ജ്ഞാനേഷ് കുമാർ ആകാതിരിക്കട്ടെ, നമ്മുടെ കയ്യിൽ ശാസ്ത്രീയ തെളിവുകളില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ അതാണ്, ആ കോമ്പിനേഷൻ മാറുന്നു. മുസ്ലിം യാദവ് കോമ്പിനേഷൻ മാറി, അവിടെ മഹിള എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് കോമ്പിനേഷൻ സക്സസ്ഫുൾ ആവുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ, അതിനൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ മഹിളാ സമൃദ്ധി പരിപാടികൾ തുടങ്ങുന്നത് ഇപ്പോഴല്ലല്ലോ, അത് ആരാണ് തുടങ്ങുന്നത്? ഇതേ ആം ആദ്മി പാർട്ടി തുടങ്ങിയപ്പോൾ റേവറി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ് കളിയാക്കിയത് ഇതേ നരേന്ദ്രമോദിയാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, 2022 ഉത്തർപ്രദേശിൽ വെച്ച് അവിടെ ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് ഹൈവേ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെയും DMKയുടെയും എല്ലാം റേവഡി പൊളിറ്റിക്സ് ആണ്, ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഭീഷണിയിലാക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ അതേ റേവഡി പൊളിറ്റിക്സ് നടത്തുന്ന പാർട്ടിയുടെ പേര് BJP എന്നാണ്. BJP സഖ്യകക്ഷികളുമായി ചേർന്നാൽ ഇതൊരു വലിയ അസാധാരണമായ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വാദം. എന്തുകൊണ്ടെന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ബീഹാറിലേക്ക് മാത്രം പമ്പ് ചെയ്തത് എത്ര കോടി രൂപയാണെന്നറിയാമോ? കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെ 59,000 കോടി രൂപയാണ്. പ്രളയം നേരിടാൻ വേണ്ടി നമുക്ക് കടമായിട്ട് ആദ്യം പൈസ തന്ന് തുച്ഛമായ തുക വയനാടിന് തരുമ്പോൾ 11,500 കോടി രൂപയാണ് ബീഹാറിന് കൊടുത്തത്. 11,500 കോടി രൂപ. ദേ പർച്ചേസ്ഡ് പൊളിറ്റിക്സ് എന്നുള്ളതാണ്. അവർ ക്യാഷ് കൊടുത്ത് പൊളിറ്റിക്സ് വാങ്ങി. എങ്ങനെയത്? മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ, BJPയുടെ ഘടകകക്ഷികളില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണറെ ഉപയോഗിച്ചും അന്വേഷണ ഏജൻസി ഉപയോഗിച്ചും ഇൻകം ടാക്സിന് ഉപയോഗിച്ചും ഫിനാൻസ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ടും മസിൽ പവർ കാട്ടിയും BJPയുടെ സഖ്യകക്ഷികളുള്ള ഇടങ്ങളിൽ മണി പവർ ഉപയോഗിച്ചുകൊണ്ടും രാഷ്ട്രീയം വാങ്ങുന്ന സാധാരണമായ സാഹചര്യം. അതിന് നമ്മൾ പറയുന്ന പേരെന്താ? റേവഡി പൊളിറ്റിക്സ് മാത്രമല്ല, അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇവിടെ ആ റേവഡി പൊളിറ്റിക്സിന്റെ ഭാഗമായി സ്റ്റേറ്റിലേക്ക് പണം എങ്ങനെയാണ് അനുപാതരഹിതമായ ഏകപക്ഷീയമായ ഫണ്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ രക്ഷാകർതൃത്വ രാഷ്ട്രീയം, ഒരു പാട്രണേജ് പൊളിറ്റിക്സ് എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവിടെ 10,000 രൂപ സ്ത്രീകൾക്ക് കിട്ടുന്ന സമയത്ത് അവർ വോട്ടായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, പർച്ചേസിംഗ് പവർ ഉള്ള ഒരു പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയം ഒരു അസാധാരണമായ കീഴ്വഴക്കം ഉണ്ടാക്കുന്നു. അത് നമുക്ക് സ്ത്രീകളെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവരെ സംബന്ധിച്ച് അത്രയും ദാരിദ്ര്യമുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ കൊണ്ടുവന്നത് ലഡ്ലി ബഹന യോജന, ലഡ്ലി ലക്ഷ്മി യോജന, ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അതെന്റെ വീക്ഷണമാണ്. പൊളിറ്റിക്സിനെ എങ്ങനെയാണ് കേരളത്തിനെയും ബീഹാറിനെയും രണ്ടായി കേക്കു 11,500 കോടി രൂപ. ഞാൻ പറഞ്ഞത് അവിടെ ബെനിഫിറ്റ് കൊടുത്ത് നിതീഷ് കുമാർ പർച്ചേസ് ചെയ്തൊന്നല്ല, അവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് കേന്ദ്രം സ്റ്റേറ്റിന്റെ രാഷ്ട്രീയത്തെ പർച്ചേസ് ചെയ്യുന്നു. എങ്ങനെയാണ്? കേന്ദ്രത്തിന് താല്പര്യമുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം ഫണ്ട് ഒഴുക്കുന്നു. 59,000 കോടി. കേരളത്തിന് എത്രയാ നഷ്ടം? 57,000 കോടി. കേരളത്തിന് 57,000 കോടി നൽകാതിരിക്കുകയും ബീഹാറിന് 59,000 കോടി കൊടുക്കുകയും ചെയ്യുമ്പോൾ പൊളിറ്റിക്സ് പർച്ചേസ് ചെയ്യുന്ന പർച്ചേസിംഗ് പവറാണ് BJPയുടെ വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതെൻ്റെ നിരീക്ഷണമാണ്, ഞാൻ അത് തന്നെ പറയും. പക്ഷേ JDUവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു സുശാസൻ ബാബു ഇമേജ് അവിടെയുണ്ട്. അത് 2005 മുതൽ കൃത്യമായിട്ട് ആ ഇമേജ് അദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ അദ്ദേഹത്തിന് വളരെ കൃത്യമായി എവിടെയാണ് വോട്ട് പവർ സപ്ലൈ കൊടുക്കേണ്ടതെന്നറിയാം. അത് സ്ത്രീകളിലാണ് അദ്ദേഹത്തിന് വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജാതി സമവാക്യങ്ങളെ മറികടക്കുന്ന ME സമവാക്യമായി മാറുന്നത്. ദാറ്റ് ഈസ് മൈ സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് ക്വിക്ലി ഞാൻ അവസാനിപ്പിക്കാം. രാഹുൽ ഗാന്ധിയുടെ അസാധാരണമായിട്ടുള്ള വീഴ്ചയാണ്. അനുരാഗ് ഠാക്കൂർ പറഞ്ഞതുപോലെ 94 ഞാൻ എണ്ണി നോക്കിയപ്പോൾ 95 പരാജയങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ചെറുതും വലുതുമായി വിവിധ സംസ്ഥാനങ്ങളിലും ജനറൽ ഇലക്ഷനുമായിട്ട് നേരിട്ടിട്ടുണ്ട്. ഏറ്റവും ദയനീയമായ കാഴ്ച, വോട്ട് ചോരിയുമായി പോയ 100 മണ്ഡലങ്ങളിൽ ഒരിടത്തു പോലും കോൺഗ്രസ് വിജയിച്ചില്ല.
വോട്ടധികാർ യാത്ര നടത്തിയ 100 മണ്ഡലങ്ങളിലും സംപൂജ്യനായി പോയി എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരി, വോട്ടധികാർ യാത്രയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ വരിക, കുളത്തിൽ ചാടിയാൽ വോട്ട് കിട്ടില്ല, അത് ജനങ്ങളുടെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. അത് ഇനി രാഹുൽ ഗാന്ധി ചിന്തിക്കേണ്ട വിഷയമാണ്. അതിനെ SIR മാത്രമായി മുന്നിൽ നിർത്തി പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് രാഹുൽ ഗാന്ധി ഒരുപാട് എഫേർട്ട് എടുത്തു, അതേപോലെ പ്രശാന്ത് കിഷോർ എഫേർട്ട് എടുത്തു. 5000 കിലോമീറ്റർ നടന്നു, ആ നടത്തം പാഴായി. വോട്ടധികാർ യാത്രയിൽ നടന്ന യാത്രയും പാഴായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. BJPക്ക് ഒരു പുതിയ നരേറ്റീവ് വേണം, ഒരു പുതിയ ആഖ്യാനം വേണം. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടേതായ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു നേതാവിനെയാണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് നിതീഷ് കുമാറിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അത് കോൺഗ്രസിന് ഇല്ലാതെ പോയതിൻ്റെ, ആ നായകത്വം ഇല്ലാതെ പോയതിൻ്റെ ലക്ഷണമായിരുന്നു. 11 ഇടങ്ങളിലാണ് അവർ പരസ്പരം പോരടിച്ചത്. 5 ഇടങ്ങളിൽ RJD-യുമായിട്ട് ഫൈറ്റ് ചെയ്യൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു മുന്നണിയിൽ ഇത് സംഭവിക്കുമോ? അവിടെ നേരിടുന്നത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ഭയക്കുന്ന നിതീഷ് കുമാറിനെയും BJP-യുമാണ്. തമ്മിൽ 5 ഇടങ്ങളിൽ RJD-യുമായിട്ട് പോരടിക്കുക. വീതം വെച്ച് കൊടുത്തതിന് ശേഷം 4 ഇടങ്ങളിൽ ആരുമായിട്ട് ഏറ്റുമുട്ടുന്നത്? CPI-യുമായിട്ട്. ഈ കോൺഗ്രസ് 4 ഇടങ്ങളിൽ CPI-യുമായിട്ട് ഏറ്റുമുട്ടുക. 60 ഇടങ്ങളിൽ മത്സരിച്ച് 6 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയതിന് മറ്റ് കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഈ CPI-യുമായിട്ട് മത്സരിക്കലായിരുന്നോ കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ ഈഗോ? എന്ത് ഈഗോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ 4 സീറ്റ് CPI-ക്ക് വിട്ടുകൊടുക്കാതിരുന്നത്? എന്ത് ഈഗോയ്ക്ക് വേണ്ടിയാണ് 5 സീറ്റ് RJD-ക്ക് വിട്ടുകൊടുക്കാതിരുന്നത്? ആ പൊളിറ്റിക്കൽ ഈഗോ പോലും കോൺഗ്രസ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതൊരു സൂചനയാണ് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള ടേക്ക്. അപ്പോൾ അസാധാരണമായൊരു പരാജയം രാഹുലിനും കോൺഗ്രസിനും സംഭവിച്ചിരിക്കുന്നു. അസാധാരണമായൊരു രാഷ്ട്രീയ വഴി ബീഹാറിൽ BJP വെട്ടിത്തുറന്നിരിക്കുന്നു. അസാധാരണവും അപകടകരവുമായ ഒരു രക്ഷാകർതൃ രാഷ്ട്രീയം ബീഹാറിൽ വോട്ടായി മാറിയിരിക്കുന്നു. ഈ 3-മാണ് എൻ്റെ വിഷയത്തിലെ ടേക്ക്. Meet the editors.